ഹായ്, ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെല്ലിക്ക കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ പോഷകഗുണമുള്ളതും കലോറി കുറഞ്ഞതുമായ പഴമാണ് നെല്ലിക്ക. രക്തത്തിലെ പഞ്ചസാര, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എന്നിവയെ നിയന്ത്രിക്കാൻ ഈ സരസഫലത്തിന് കഴിയും. അപ്പോൾ ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൽ മോശമായ നെല്ലിക്കകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഈർപ്പമൊക്കെ മാറ്റിയിട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് അതിൽ ഹോളിടണം. ഫോർക്കില്ലാത്തവർ പല്ലുകുത്താൻ വാങ്ങുന്ന സ്റ്റിക്കുണ്ടല്ലോ, അത് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും. അത് നമ്മളിതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല വിളഞ്ഞ് മൂത്ത നെല്ലിക്കയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ചെയ്തതിന് ശേഷം ഈ നെല്ലിക്ക ആവി കയറ്റുകയോ വേവിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഏത് പച്ചക്കറികളായാലും ഏത് പഴങ്ങളായാലും ചൂട് കയറി കഴിഞ്ഞാൽ 80% മുകളിൽ, വേണമെങ്കിൽ 100% എന്ന് തന്നെ നമുക്ക് പറയാം, ഇതിൻ്റെ പോഷകമൂല്യമെല്ലാം പോവും. അതായത് ഒരു ഉണക്ക ഇലയുടെ പോലും ഗുണമില്ലാണ്ടായിപ്പോവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടി എന്ന് പറഞ്ഞാൽ ചക്കര കരിപ്പട്ടി. അതായത് 800 ഗ്രാം തൂക്കം വരുന്ന പാം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന് കൽക്കണ്ടം ഉപയോഗിക്കാം, ബ്രൗൺ കൽക്കണ്ടം ഉപയോഗിക്കാം. അതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഉടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിനകത്തേക്ക് നെല്ലിക്ക ഇടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നെല്ലിക്ക വേവിക്കുന്നില്ല, ആവിയിൽ വേവിക്കുന്നില്ല, വെള്ളത്തിലും വേവിക്കുന്നില്ല, വെള്ളം ഊറ്റിക്കളയുന്നതുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഈ പാത്രത്തിലേക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ചക്കര ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് അതിനകത്തേക്ക് ഈ കഴുകി ഉണക്കി നമ്മൾ ഹോളിട്ട് വെച്ച നെല്ലിക്ക പറക്കിയിടുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേവുമ്പോഴും ഇതിന്നും ഗുണം നഷ്ടപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ സത്ത് ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. ആവിയായോ അല്ലെങ്കിൽ തിളച്ച വെള്ളം വാർത്ത് കളഞ്ഞിട്ട് എടുക്കുന്ന വെറും ചണ്ടിയായോ അല്ല ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ സത്ത് ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങും. അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഏതാണ്ട് ഇതിന് ഇത്രയും സാധനം വേവിച്ച് ഈ ചക്കര ഇതിനകത്ത് പിടിച്ച് വരാൻ ഒരു 45 മിനിറ്റോളം എടുക്കും. അപ്പം ഞാൻ ആദ്യം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം കളറൊക്കെ മാറി ഒരു പച്ച കളറായി, ഒരു പച്ച കളറിൽ നിന്ന് ഒരു ഇളം മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ വിറ്റമിൻ സി അതിശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ നാഡീവ്യൂഹത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനും ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി ഇതിനകത്ത് 60% ഈ നെല്ലിക്കകത്ത് വൈറ്റമിൻ സി ആണ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റി ആസിഡുകൾ സൃഷ്ടിക്കുന്നതിന് വൈറ്റമിൻ B5 ആവശ്യമാണ്, അത് ഇതിനകത്തുണ്ട്. അതുപോലെ ശരീരത്തിലെ നിരവധി എൻസൈമുകളും കോശങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈറ്റമിൻ B6 ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നു, അതും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 2 പ്രാവശ്യം ഇത് ഇളക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ വീണ്ടും വേവിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടൊരു 45 മിനിറ്റ് ബോയിലിംഗ് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് 2-3 പ്രാവശ്യം കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി അത് തിളച്ച് അതിനകത്ത് നെല്ലിക്കയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയുടെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറി നെല്ലിക്ക ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ശർക്കരയല്ല ഉപയോഗിക്കുന്നത്, പഞ്ചസാരയുമല്ല. ശർക്കരയും പഞ്ചസാരയും ഉപയോഗിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഗുണങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തൂല. പകരം നമുക്ക് ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ്, മധുരമുള്ളൊരു ലഡുവോ ജിലേബിയോ തിന്നുന്ന ലാഘവത്തോടെ തിന്നാം. പക്ഷേ അതിലുള്ള വൈറ്റമിനുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടെ കളറ് മാറി അത് ഈ തരത്തിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെല്ലിക്ക വൈറ്റമിൻ സി, ഈ നെല്ലിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വൈറ്റമിനുകളും മറ്റ് ധാതുക്കളും ഹൃദയം, രക്തക്കുഴലുകൾ, രോഗപ്രതിരോധ സംവിധാനം, തലച്ചോറ് എന്നിവയ്ക്ക് ഇതിനകത്ത് കോപ്പർ പ്രധാനമാണ്. അതേസമയം മാംഗനീസ് മെറ്റബോളിസം, അസ്ഥി രൂപീകരണം, പുനരുൽപാദനം, രോഗപ്രതിരോധ പ്രതികരണം എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതും ഇതിനകത്തുണ്ട്. ഈ നെല്ലിക്ക ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ.
നെല്ലിക്കയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ഞാൻ 3-4 പ്രാവശ്യം ഇളക്കുകയും അടച്ചു വയ്ക്കുകയും വേവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നെല്ലിക്ക ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആകെ ഒരു 1/4 സ്റ്റീ ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചത്. നെല്ലിക്കകത്തുള്ള ഈർപ്പം എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ലിക്വിഡായി വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി ഒന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്കായിൽ നന്നായിട്ട് ഈ ചക്കര പിടിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ഈ ബ്രൗൺ കളറായിട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഇത് 8-9 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ തണുപ്പിക്കാനായിട്ട് തണുത്തതിന് ശേഷം ഇത് അടിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് വേണം ഇത് വെക്കാനുള്ള. കാരണം മധുരമായതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഞാനിപ്പം ഒരു ഓവർനൈറ്റ് തണുക്കാൻ വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് എന്താണെന്ന് പിന്നെ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ നെല്ലിക്കയും ഇതിൻ്റെ സ്റ്റാറും ഈ പരുവത്തിലായിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലേക്ക് പകർന്നു വയ്ക്കാം. ഏതെങ്കിലും പാത്രത്തിലോ ഭരണിയിലോ ഗ്ലാസ് ജാറിലോ ഒക്കെ പകർന്നു വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ വെള്ളത്തിനകത്താണ് ഇറക്കി വെച്ചത്, ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ അതങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. അതുപോലെ ഭരണിയിൽ വെക്കുന്നതിന് മുമ്പ് ദീർഘകാലം വെക്കുന്നതിന് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർ ആ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ട് നേർത്ത ഒരു മസ്ലിൻ തുണി ഇതിൻ്റെ പുറത്ത് മൂടിയിട്ട് 4-5 ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് പിന്നീട് ഭരണിയിലേക്ക് ആക്കുന്നതാവും നല്ലത്. അപ്പോൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അല്ലാത്തവർ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലോ ഒരു ചെറിയ ഭരണിയിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിലുള്ള ഒരു 200 ഗ്രാം ചെറുതേൻ, ഒറിജിനൽ ചെറുതേനാണ് ഒഴിക്കുന്നത്. ചെറുതേൻ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. തേൻ സുലഭമായി കിട്ടുന്നവരാണെങ്കിൽ ഈ ശർക്കര, പാം, ഷുഗർ എല്ലാം ഒഴിവാക്കിയിട്ട് തേനിൽ മാത്രം ചെയ്തെടുക്കുന്നത് വളരെ ഔഷധവും രുചികരവുമാണ്. കൂടാതെ ഇത് കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാൻ പാടുള്ളതല്ല. ആഹാരത്തിന് ശേഷം ഒരു നെല്ലിക്കയും അതിൻ്റെ സിറപ്പുമായിട്ട് വേണം കഴിക്കാൻ. മുതിർന്നവർ ഒരു ദിവസം 2 നെല്ലിക്കയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അല്ലാത്തവർ ഒരു 4 നെല്ലിക്ക വരെ കഴിക്കാം. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ദോഷഫലങ്ങളെ ഇതുകൊണ്ടുള്ളവാകുള്ളൂ. ഇപ്പോൾ ഈ നെല്ലിക്കയിൽ സിറപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് നെല്ലിക്ക. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ പാകമായ തരത്തിലായിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം, ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ തേനൂറ് നെല്ലിക്ക. ആഹാരത്തിന് ശേഷം വേണം ഇത് കുട്ടികൾക്ക് സിറപ്പോടുകൂടി കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ശർക്കരയും പഞ്ചസാരയും ഒഴിവാക്കുക. പകരം പനങ്കൽക്കണ്ടും ബ്രൗൺ കൽക്കണ്ട്, അതുപോലെ ചക്കര കരിപ്പെട്ടി അല്ലെങ്കിൽ മുഴുവനായും തേനിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ ടേസ്റ്റിയും വളരെ ഔഷധ ഗുണമുള്ളതുമാണ്. റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.